UDF RMP ഭരിക്കുന്ന കോഴിക്കോട് ഏറാമല പഞ്ചായത്തിൽ നടത്തിയ അനധികൃത നിയമന ശ്രമത്തെ തടഞ്ഞു. ഹരിതകർമ്മസേനയിലേക്ക് നടത്തിയ പിൻവാതിൽ നിയമന ശ്രമങ്ങളാണ് ഇടതുപക്ഷ സംഘടനകൾ തടഞ്ഞത്. നിയമനം നടത്തി കബളിപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് UDF ഭരിക്കുന്ന കോഴിക്കോട് ഏറാമല പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിലേക്ക് നിയമനം നടത്താൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നത്. NDS, CDS സംവിധാനങ്ങളെ മറികടന്നാണ് നിയമനം നടത്താൻ UDF ഭരിക്കുന്ന പഞ്ചായത്ത് ശ്രമിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷമായ LDF അംഗങ്ങളും ഇടതുപക്ഷ യുവജന സംഘടനകളും നടത്തിയത്. നിയമപരമായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്യാം. നിങ്ങൾ സെക്രട്ടറിയുടെ പരാതി തന്നിട്ടുണ്ട്. സെക്രട്ടറി നിങ്ങളെ മുമ്പേ പോയി സെക്രട്ടറിയാണ് ഭരണസമിതി വിളിച്ചില്ല, എന്നിട്ടല്ലേ ഇത് നടത്തുക. ഈ ഇന്റർവ്യൂയിട്ട് ബന്ധപ്പെട്ട പരാതിയാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അത് പരിഹരിക്കപ്പെട്ടില്ല ചെയ്യാം. അത് പരിഹരിക്കപ്പെടുക. ആദ്യം അത് പരിഹരിക്കുക. അത് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ ഇന്റർവ്യൂ നടത്തിക്കോ. നിങ്ങൾ എന്റെ സ്വന്തക്കാരെ കാറ്റിക്കോ, നിങ്ങൾ കാറ്റിക്കോ. നിങ്ങളായി ആർമിക്കാരെയോ UDF ലീഗുകാരെ നിങ്ങൾ ആരെയും കാറ്റിക്കോ. ഇഷ്ടക്കാരെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് നിയമിക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത്. അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥികളും പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ ഇന്റർവ്യൂ 18 ആളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് അതിനുശേഷം പറഞ്ഞ ഇന്റർവ്യൂ മാറ്റി വെക്കണം. എന്തുകൊണ്ടാ മാറ്റി വെച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ അറിയില്ല. നാളെ ഈ അവഹേളിച്ചത് എന്തിനു വേണ്ടിയിട്ട് നാളെ ഈ അവഹേളിച്ചത് ഞാൻ കാണാം. നിലവിലെ ഹരിതസേന അംഗങ്ങൾക്ക് 3 ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് നൽകാനുണ്ട്. ഇത് കൊടുത്തു തീർക്കാതെയാണ് പുതിയ നിയമനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നത്. ഇതുമാത്രമല്ല, പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്ലാന്റിലെ ഡ്രൈവറും RMP പ്രവർത്തകനുമായ ജിനീഷ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.